ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളൊരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ ആ വ്യക്തിയിലേക്ക് തന്നെ കടന്നുകയറ്റുന്ന രീതിയിലാണ് ആ ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോകിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും അയാൾ, എന്നാലും പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോലെ അളക്കുന്ന ആൾ. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്, ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസാണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി. ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ല, അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. കുഴപ്പമില്ലാതെ ഉള്ളൊരു നല്ല ടെക്നിക്കലിയും വിഷ്വലിയും ഒക്കെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിനെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് അവർ ആദ്യമേ പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. കണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലല്ല അതിന്റെ അല്ലല്ല ഒരിക്കലല്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരയണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത്. ആ പടത്തിന്റെ ഡയറക്ടറാണ്. അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നത്, യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ മോശമായിട്ട് അഭിനയിച്ചു. ഞാൻ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു, ജൂഡ് ഇത്രയും ചെയ്യണോ? ചേട്ടാ അത്രയും ചെയ്യണം എന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടി പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടറിന്, കുറുക്കൻ ക്ലീറ്റസ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു. അത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച് ചെയ്തു. ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം, അത് ഏത് രീതിക്ക് ചെയ്യണം, തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം. അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വരണം അതിനകത്ത്? അപ്പൊ അത് ജോണിച്ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇന്ന ആൾ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും. അതിനനുസരിച്ച് ആ ഫ്രീക്വൻസിലാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതാണ് ചിരിക്കാറുണ്ട്. പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. അത് പുള്ളിയുടെ ഒരു തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുന്നു നമുക്കും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ്. അല്ലാണ്ട് ജോണിച്ചേട്ടൻ പറഞ്ഞത് നമ്മള് നൈസായിട്ട് നമ്മള് ഒരേ റൂട്ടിലായിരുന്നല്ല. ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരുന്നു, ഒരു മാറ്റമില്ല. വേറെ എന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ ചോദിക്കാം. തുടങ്ങി പറഞ്ഞു തീർന്നില്ല. അത് നീ ഇത്ര നേരം ചോദിക്കാനും എനിക്ക് അറിയുന്നു. നീ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു പറഞ്ഞോ. എടാ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയില്ലടാ. ദിലീപേട്ടന്റെ പടം ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം. അത് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്തത്? എന്താണ് അശ്വിൻ ഗോക്കിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? പക്ഷെ അത് പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നു? അത് വേറെ കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടി കരയുന്നു. ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവൾ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പം അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആദ്യം ചോദിച്ചിട്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചാൽ ഡബിങ്ങിന് മുമ്പ് എന്നെ കാണിച്ചിട്ട് ഞാൻ അരുണേ
എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തം പെട്ട് പോയി. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റിപ്പോവും UK ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ ഇത് പറഞ്ഞത് അതിനെ മാൻസിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയും. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ, എനിക്കിഷ്ടവുമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്, ഒരു വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കത്. എന്ത് നമ്മൾ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എന്ത് സുഖം അതിനകത്ത് കിട്ടണേ. നിങ്ങളെല്ലാവരും സിനിമ കണ്ടാണോ ഇരിക്കണേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? വെറുതെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ച ചോദ്യം തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതിൽ മീനാക്ഷി ആ CMൻ്റെ കാര്യം, ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറയല്ല, അദ്ദേഹം വരെ ഇരുന്ന് എൻ്റെ മുന്നിൽ ഇരുന്ന് കരയണ കണ്ട്. അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടർ ആ സീനല്ലേ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത്. അതെ, പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാരാണ്. അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂവേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിന് താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. അത് പറഞ്ഞില്ല, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ സിനിമേനെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പം പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളും അത് കട്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കുക അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയായില്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ആയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റായത്. അപ്പോൾ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കണം, പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ 100 പേരിരുന്ന് കൈയടിക്കില്ല, 80 പേര് അടിക്കില്ല, 20 പേരിൽ ഒരാളാണ് പുള്ളി. അപ്പം അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തിട്ടോ. അതെ, ആ കൂടെ ഉള്ളവർ ചിരിച്ച ആ പടം 50 ദിവസം ഓടി, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ട് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ചാൽ എനിക്ക് അത്ര സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് 100 പേര് നല്ലത് പറഞ്ഞു. ഞാനിപ്പോൾ ആ 100 പേരെ അല്ലെ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേരെ ഞാൻ നോക്കാനുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇതിൻ്റെ കുഴപ്പങ്ങൾ. ഇപ്പോൾ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ആയിരുന്നു ഇന്ന സ്ഥലത്ത് പാലിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാനതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരും പേഴ്സണലി ഹർട്ട് ചെയ്തത്, ഇപ്പോൾ സാരിക്ക് ആയാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറ ആരെയായാലും ജോണിച്ചേട്ടൻ ആരെയൊന്നും പറയുന്ന രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവർക്ക് തുടക്കം പിള്ളേരല്ലേ, അപ്പോൾ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോ മാത്രം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവുണ്ട്. മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പം അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിൻ്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളെയും കളിയാക്കും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ഓക്കെ.